ഇവനെ വേണ്ടി നമ്മൾ പ്രപ്പോസൽസ് ഒക്കെ ക്ഷണിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി തരണേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രൈഡ് സൈഡ് വീട്ടിലെത്തി. അപ്പോൾ അവനെ ഇവിടെ മാറ്റി നിർത്തേക്കാണ്. വീട്ടിലുള്ളവരാരും അവൻ്റെ തല കണ്ടിട്ടില്ല. ഞാനും മാതർഷേനും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവനെ ഇവിടെ തൊപ്പിയൊക്കെ ഇടിച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തേക്കാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വീടിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ സംഗതി ഞാനത് ഉദ്ദേശിച്ചത് സംഗതി ആലുമ്പോൾ തോൽവിയാവുന്നതാണ്. പക്ഷേ ഒരു മെനയൊക്കെ ഉണ്ട് കേസ്. അവൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മെനയൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇവർ കണ്ടിട്ട് ഇവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേസ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടത് കാണിക്കാം. ഞാൻ വട്ടെ ഇവിടെ ഒരു സാധനമുണ്ട്, നോക്ക്. കാട്ടറ എങ്ങനെ കുളിക്കോളോ? കുളിക്കാൻ പറ്റൂല. മറ്റേ സ്പ്രേ ഉണ്ട്. എത്ര? നിങ്ങൾ റേറ്റ് കേസ് ഈ മുടി ഹെയർ സ്റ്റൈൽ ഇങ്ങോട്ട് മാറിക്കട. ഞാൻ അടുത്തല കൊണ്ടുവരാ. നീ എന്ത് തന്നെ ചെസ്റ്റ് നമ്പർ 2. വാടാ ചെല്ലേ വാ. അവിടെ സൂത്രം കാണിച്ചിട്ട് നീ വാ. പുറത്ത് വലിയ കളികളാ. നീ വാ. ഇതാ സാധനം, ഇതാ റിയാക്ഷൻ. ഇത്ര ഉള്ളു അതിന്റെ റിയാക്ഷൻ. റോമിന്റെ ജയൻ ഉറങ്ങിയോ? ഇതാ നിന്റെ റിയാക്ഷൻ. ഇത്ര ഉള്ളോ? അപ്പൊ നമ്മൾ അടുത്തല്ല കേട്ടാൻ പോണ. അവിടെ നടക്കടാ. എന്റെ വീട്ടിൽ ഇങ്ങനത്തെ ചവിട്ടിയൊക്കെ ഉണ്ട്. പണ്ട് എന്റെ അമ്മ കിടക്കാൻ നേരത്തെ മുമ്പ് ഇങ്ങനെയാണ് പിന്നിടുന്നത്. അതുപോലെ ഉണ്ട്. റോമേ ഇവിടെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വന്നില്ല. എന്നാ ജയൻചേട്ടൻ കണ്ടാ. ചേട്ടൻ ഉറങ്ങിയാവോ? വാടാ ഒരാളെ കാട്ടിത്തരാ. അപ്പൊ കേസ് ഇത്രയുള്ള കേസ് റിയാക്ഷൻ ഒക്കെ നിങ്ങൾ റേറ്റ് ചെയ്യുക കേസ്. ഇവന്റെ മുടി എങ്ങനെ ഉണ്ടെന്ന്. ഇവനെ വേണ്ടി നമ്മൾ പ്രപ്പോസൽസ് ഒക്കെ ക്ഷണിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി തരണേ. യെസ്, ഇവൻ ഓൾറെഡി ഗേൾഫ്രണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കണം. അപ്പൊ ശരി, ഓക്കെ, ബൈ ഗൈസ്. കട്ട്.